എൻ്റെ കൂട്ടരെ, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഗീത പഠിപ്പിക്കണം, അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കും. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, എവിടെ വച്ചിട്ട്? പടക്കളത്തിൽ. എപ്പോഴാ? യുദ്ധകാഹളങ്ങൾ മുഴക്കി, ശരവിസർജനം മാത്രം ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ അർജുനൻ പടക്കളത്തിൽ പോയി 2 സൈന്യങ്ങളെയും ഒന്ന് പരിശോധിക്കണം എന്ന് കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ തെളിച്ചു കുതിരകളെ. അവർ ചാടി 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 പോയി ഭീഷ്മൻ്റെ മുൻപിൽ കൊണ്ടുപോയി അങ്ങോട്ട് നിർത്തി. ദ്രോണൻ്റെയും അർജുനൻ നല്ല പോലെ പരിശോധിച്ചു. ഉടനെ തകർന്നു തകർന്നു തകർന്നു, കിടിലം കൊണ്ടു. ദേഹമാസകലം വിറയ്ക്കുന്നു, മനസ്സ് ചുഴലിക്കാറ്റ് പോലെ ചുറ്റുന്നു. ബുദ്ധി പറയുന്നു, പുറപ്പെടരുത്, ഈ യുദ്ധത്തിന് അപകടമാണെന്ന്. കയ്യിലുള്ള ഗാണ്ഡീവം വഴുതിപ്പോയി. എന്താണ് കൂട്ടരെ ഇനി ബാക്കി? ഗാണ്ഡീവം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു സ്വത്താണ്. നിങ്ങളുടെ കയ്യിലുള്ള പണമോ വീടോ പ്രതാപമോ ഡെപ്പോസിറ്റോ ഒക്കെ ഉള്ളതുപോലെയാണ് ഗാണ്ഡീവം. ശരീരം വിറച്ചു, ഭൂമി ചുഴലിക്കാറ്റ് പോലെയായി, ബുദ്ധി വിപരീത സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നു. ഇനി എന്താ അവിടെ ബാക്കി? ഒന്നുമില്ല. എൻ്റെ കൃഷ്ണ, വയ്യ വയ്യ, ഞാൻ യുദ്ധം ചെയ്യില്ല, പിൻവാങ്ങാനാണ് പോണത് എന്ന് പറഞ്ഞു. കയ്യിലുള്ള അമ്പും വില്ലും വിട്ട് തേർത്തടത്തിൽ ഇരിപ്പായി കൃഷ്ണൻ്റെ പിന്നിൽ. ഏറ്റവും 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 കെങ്കേമനായിരിക്കുന്ന ബില്ലാളി വീരനാണ് അമ്പും വില്ലും താഴത്തിട്ട് പടക്കളത്തിൽ തേർത്തട്ടിൽ ഇടുന്നത്. അഹോ അഹോ, എന്തൊരാശ്ചര്യമാണിത് എന്നാ സഞ്ജയൻ പറയുന്നത്. ആ അർജുനനെയാണ് കൃഷ്ണൻ, ഇത് ശരിയല്ല അർജുന. കരഞ്ഞുകൊണ്ടിരുന്നു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ടങ്ങോട്ട് പറയാൻ തുടങ്ങി. ആദ്യം പറഞ്ഞത് ശാസനാരൂപത്തിലാണ്. പടക്കളത്തിൽ പ്രദർശിപ്പിക്കേണ്ട കാഴ്ചയല്ല ഇത് അർജുന. ഇവിടെ ഓരോരുത്തരും വന്നിട്ടുള്ളത് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തോടു കൂടിയാണ്. അവരുടെ ഒരേ ഒരു ഉദ്ദേശം ശത്രുക്കളെ കൊല്ലുക, അല്ലെങ്കിൽ ശത്രുക്കളാൽ കൊല്ലപ്പെടുക എന്നാണ്. ആരും ഇവിടെ ജീവനോടുകൂടി മടങ്ങി യുദ്ധം വിജയിക്കാതെ പോകാൻ ഇഷ്ടപ്പെട്ടു വന്നവരില്ല. 45 ലക്ഷം പടയാളികളുണ്ട്. അവരെല്ലാവരും ഒറ്റയ്ക്ക് നിശ്ചയിച്ചാണ് വന്നിരിക്കുന്നത്. ഇതാ ഈ ഭീഷ്മൻ എന്ന് പറയുന്ന പിതാമഹനും അപ്പുറത്ത് നിൽക്കുന്ന ദ്രോണാചാര്യരും ഇതുപോലെ പടപൊരുതാനാണ്. അവരുടെ മുഖത്ത് നോക്കൂ, എന്തെങ്കിലും വാട്ടമോ കോട്ടമോ ഉണ്ടോ അവിടെ? എന്താ നിങ്ങൾക്ക് വാട്ടവും കോട്ടവും ഇല്ലാത്തത്, ഞാൻ വാടിപ്പോകുന്നത് എന്ന് പറഞ്ഞ് അവരോട് ചോദിച്ച് നമസ്കരിച്ച്, നിങ്ങളുടെ കോട്ടമില്ലായ്മയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചൂടെ അർജുന? അതിന് പകരം നീ എന്താ അസംബന്ധമായി കാണിക്കുന്നത്? അങ്ങനെ ശാസിച്ചപ്പോൾ കൃഷ്ണനാണ് ശാസിക്കുന്നത്. അത് കേട്ടപ്പോൾ എന്തു തോന്നി? അയ്യോ ശരിയാണ്, കൃഷ്ണൻ വെറുതെ എന്നോട് പറയില്ല, എൻ്റെ ആത്മസുഹൃത്താണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ വാക്കിനെ എനിക്ക് തള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ണീര് വറ്റി, ബുദ്ധി ഉണർന്നു, മനസ്സ് ബലിഷ്ഠമായി, ദേഹത്തിൻ്റെ വിറ പോയി. അർജുനൻ ശരം പോലെ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. എങ്ങനെ ഞാൻ പടപൊരുതും എന്ന് പറഞ്ഞു തരാമോ കൃഷ്ണ? എൻ്റെ ദുഃഖമൊന്ന് തുടച്ചു മാറ്റാമോ? ഞാൻ ദുഃഖനീറ്റത്തിലാണിപ്പോൾ ശരീരവും മനസ്സും. എനിക്കിപ്പോൾ അമ്പും വില്ലും എടുക്കാൻ പറ്റില്ല. എൻ്റെ ദുഃഖവും നീറ്റവും മാറ്റി എൻ്റെ വിറ ശമിപ്പിച്ച് എൻ്റെ മനസ്സിനെ ബലിഷ്ഠമാക്കി ബുദ്ധിക്ക് ആശയത്തെളിച്ചം നൽകി നിവർന്നു നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഗാണ്ഡീവമെടുത്ത് ഞാൻ പടപൊരുതാം. അതല്ലെങ്കിൽ കൃഷ്ണ ഒരു വാക്ക് പോലും പറയരുത്. ഞാനിതാ പ്രഖ്യാപിക്കുന്നു, അങ്ങ് എൻ്റെ ഗുരുവാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ശ്യാലനല്ല. ഇതാണ് ഗീതയുടെ സെറ്റിംഗ്.